ബി ജെ പിക്ക് ഇപ്പോൾ ഒരു MP സുരേഷ് ഗോപി. പക്ഷെ ഞാൻ പറയും ബി ജെ പിക്ക് 11 MLA കൂടിയുണ്ടെന്ന്. കാരണം ഇടതുപക്ഷത്തിൻ്റെ 9 CPM-ൻ്റെ MLA-മാരും 2 CPI-ക്കാരും മത്സരിച്ച് ജയിച്ച 11 മണ്ഡലങ്ങളിൽ ബി ജെ പിക്കാണ് ഭൂരിപക്ഷം. സത്യത്തിൽ നേമത്ത് ശിവൻകുട്ടി, കഴക്കൂട്ടത്ത് കടകംപള്ളി, വട്ടിയൂർക്കാവ് പ്രശാന്ത്, ആറ്റിങ്ങൽ OS അംബിക, കാട്ടാക്കട IS സതീഷ്, തൃശ്ശൂർ ബാലചന്ദ്രൻ CPI-യുടെ, ഒല്ലൂർ രാജൻ, നാട്ടിക മുകുന്ദൻ, ഇരിങ്ങാലക്കുട R ബിന്ദു, പുതുക്കാട് രാമചന്ദ്രൻ, മണലൂർ മുരളി, ഇത്രയും ഇടതുപക്ഷ MLA-മാർ ജയിച്ച മണ്ഡലങ്ങളിൽ ആയിരക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് BJP മുന്നിലാണ്. എങ്ങനെ കാണുന്നു? ഇത് മുഴുവനും CPM ഇടതുപക്ഷത്തിന്റെ സീറ്റുകൾ 11. ഏതായാലും ഇത് UDF-ന്റെ ഒറ്റ മണ്ഡലത്തിൽ പോലും BJP മുന്നിലല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണ്. അത് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ BJP അക്കൗണ്ട് തുറന്നു എന്നതിനേക്കാളും പ്രധാനപ്പെട്ട വാർത്ത. അതെ അതെ, കേരളത്തിൻ്റെ ഭാവിയെ വലിയ തോതിൽ ചർച്ചയ്ക്ക് വിധേയമാക്കി. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലാണ് ഈ 11 സീറ്റുകൾ. വടക്കോട്ടില്ല, ഇല്ല, അത്രയും മണ്ഡലം ഇല്ല. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. സാധാരണഗതിയിൽ ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യുന്നതും സ്റ്റേറ്റിലേക്ക് നിയമസഭയിലേക്ക് വോട്ട് ചെയ്യുന്നതുമെല്ലാം പാറ്റേണുകൾ വ്യത്യാസം ഉണ്ടാവും, താല്പര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും, കക്ഷി രാഷ്ട്രീയത്തിൽ വ്യത്യാസം ഉണ്ടാവും. തീർച്ചയായിട്ടും താഴോട്ട് പോകുമ്പോൾ പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കൊക്കെ വേറെ പാറ്റേൺ വരും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഇത് BJP ലീഡ് ചെയ്യുന്നു എപ്പോൾ ലോക്സഭയിലേക്ക്. ഇപ്പോൾ ലോക്സഭയിലേക്ക് ലീഡ് ചെയ്യുമ്പോൾ സാധാരണ വ്യത്യാസം വരാറുള്ളത് കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം വെച്ച് നോക്കുമ്പോൾ ലോക്സഭയിലേക്കുള്ള ഇലക്ഷനിൽ UDF LDF അത് വോട്ടിൻ്റെ പാറ്റേണിൽ വ്യത്യാസം വരും, ചിലപ്പോൾ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത BJP ജയിക്കണോ തോൽക്കണോ എന്നത് മാത്രമായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട. അത്തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കമാണ്. ഇടതുപക്ഷം സ്ഥിരമായി ജയിച്ചു വരുന്ന 11 നിയമസഭാ മണ്ഡലങ്ങൾ BJPക്ക് അനുകൂലമായി ചിന്തിച്ചു. ചെറിയ വോട്ടല്ല, വലിയ വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം, ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ BJPക്ക് അനുകൂലമായി വരുന്ന മണ്ഡലങ്ങൾ എന്ന് വളരെ നിർണായകമാണ്. അത് യാദൃച്ഛികമല്ല. BJP തരംഗം ക്രിയേറ്റ് ചെയ്യാൻ ഇടതുപക്ഷം ശ്രമിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലങ്ങളിൽ ഇടത് വോട്ടുകൾ BJPക്ക് പോകുന്നു. അതെ, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ BJPക്ക് അനുകൂലമായി കിട്ടുന്ന വോട്ടുകൾ താൽക്കാലികമോ അസ്ഥിരമോ ആവണമെന്നില്ല. അതൊരു കൃത്യമായ മാറ്റത്തിൻ്റെ സൂചന തന്നെയാണ്. നല്ലൊരു കാറ്റാണത്. അണ്ടർ കറണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന വലിയൊരു മാറ്റമാണത്. രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഇതിൽ എന്തൊക്കെ BJP വിരുദ്ധമായ പ്രചാരണങ്ങൾ അതികലശലായി, മീൻസ് കായികമായും പ്രചാരണപരമായും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്ത് നിന്നാണ്, ഇടതുപക്ഷത്തിൻ്റെ സീറ്റുകളിലാണ് ഈ മാറ്റം കണ്ടത്. UDF-ന്റെ സീറ്റിൽ ഒന്നുപോലും സാറ് കാണുന്നില്ലല്ലോ. UDF-ന്റെ സീറ്റുകൾ 1ാം സ്ഥാനത്തില്ല, 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് നമ്മൾ വിട്ടു. അതെ, 2ാം സ്ഥാനം കൂടി ഒരു പക്ഷേ ഈ 11 സീറ്റ് ഉറച്ച് ലഭിച്ചിരിക്കുന്നു എന്ന ഒരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചാരണവുമായിട്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോയാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന എത്ര സീറ്റുകൾ ഒന്നിലേക്ക് 2ാം സ്ഥാനത്ത് UDF-ന്റെ മാത്രമല്ല LDF-ന്റെ ഉണ്ട്. ആ കണക്ക് നമ്മൾ സെപ്പറേറ്റ് ചർച്ച ചെയ്യാം, അത് വേറെ ചർച്ച ചെയ്യാം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണവും ഇനി അങ്ങോട്ട് നടക്കേണ്ട പ്രധാനപ്പെട്ട ചർച്ചയുമാണ് നിയമം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നേമത്ത് മന്ത്രി ശിവൻകുട്ടി മുതൽ മണലൂരിൽ മുരളി വരെ ജനങ്ങൾ അവർക്കെതിരാണ്, മാൻഡേറ്റ് അവർക്കെതിരാണ്, രാജിവെക്കേണ്ടതാണ്. വേണമെങ്കിൽ ഫലത്തിൽ പറയാം, സാങ്കേതികമായി എന്റെ കാര്യമൊന്നുമില്ല, ധാർമ്മികമായി അവർ തോറ്റുപോയി പറയാവുന്നത്. BJPക്ക് 11 സീറ്റ് ഇപ്പോൾ കേരള നിയമസഭയിലുണ്ട്. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. ഇനി ഞാൻ മറ്റൊന്ന് പറയട്ടെ സാർ, ഈ സീറ്റുകളുടെ ഈ മണ്ഡലങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ ഒന്നുകൂടെ പറയാം. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ, കാട്ടാക്കട തിരുവനന്തപുരം ജില്ലയിലാണേ, തൃശ്ശൂർ, ഒല്ലൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, മണലൂർ തൃശ്ശൂരാണ്. അതായത് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ഒരു ബെൽറ്റ്. ഈ ബെൽറ്റിലാണ് ഈ 11 സീറ്റുകൾ. ഈ 11 സീറ്റുകൾക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതെല്ലാം ഹിന്ദു ഭൂരിപക്ഷ ബെൽറ്റുകളാണ്. അതിൽ തന്നെ നല്ലൊരു ശതമാനം അത് ഈഴവ ബെൽറ്റാണോ? ആയിരിക്കാം.
ഈഴവ ബെൽറ്റ് കൂടിയുണ്ട്. ഈഴവുണ്ട്, തിരുവനന്തപുരത്തൊക്കെ ഈഴവ നായർ മിക്സ് ഉണ്ട്. പക്ഷേ ഹിന്ദു മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിനായിരുന്നു പ്രാമുഖ്യമുണ്ടായിരുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിന് വീണുകൊണ്ടിരുന്ന ഹിന്ദു വോട്ടുകൾ മാറി വലിയ തോതിൽ അത് BJPക്ക് അനുകൂലമായിട്ട് വരുന്നു. എന്തുകൊണ്ടായിരിക്കും? അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അത് ഒരു പ്രധാനപ്പെട്ട ഒന്നാമത്തെ എനിക്ക് തോന്നുന്നു, കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഇപ്പോഴും CPM ആണ്. ഏറ്റവും കൂടുതൽ ഹിന്ദു മെമ്പർമാരുള്ള പാർട്ടി CPM ആണോ? അതെ, CPM ആണ്. ആയിരിക്കും. BJP ഹിന്ദുക്കൾ മാത്രമുള്ള പാർട്ടിയാണ്. അതെ, BJPയുടെ കണക്കല്ല ഞാൻ പറഞ്ഞു. കോൺഗ്രസ് അല്ലല്ല, ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ്. ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള ആ ഹിന്ദുക്കളിൽ തന്നെ മഹാഭൂരിപക്ഷവും ഈഴവരുള്ള മന്നം പത്മനാഭന്റെ സുപ്രസിദ്ധമായ കോട്ടിംഗ് ഉണ്ടല്ലോ, ജനിച്ച ചോവനും പിഴച്ച നായരും നശിച്ച ക്രിസ്ത്യാനി. ഇതിൽ എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം പിണറായി വിജയനെ കൊടുക്കാവുന്ന ഡോസ് ഏറ്റവും ശക്തമായിട്ട് കൊടുക്കുക എന്നാണ്. പിണറായി വിജയനെ തോൽപ്പിക്കാൻ തീരുമാനിക്കുന്ന, പിണറായി വിജയന് മുഖത്തടിക്കാൻ കൊടുക്കാൻ പറ്റിയ തരത്തിൽ വോട്ട് ചെയ്യണം. അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ ആരെ ജയിപ്പിക്കണം, അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ ആരെ ജയിപ്പിക്കണമെന്ന് ആലോചിക്കുന്ന CPMൻ്റെ വോട്ടർമാർ ആലോചിക്കുന്നത് ആദ്യം, അല്ലെങ്കിൽ നല്ല ഭൂരിപക്ഷത്തോടെ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് BJPക്കാണെന്നാണ്. അതിൻ്റെ ഒരു കാരണം, രണ്ട് കാരണമാണ് എനിക്ക് തോന്നുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണം. ഒന്ന്, വളരെ പരസ്യമായ നഗ്നമായ ഈ ന്യൂനപക്ഷ പ്രീണനം. ഞാൻ ഒന്നാമത്തെ കാരണം അതാണ്. ഒന്നാമത്തെ ഒരു പ്രധാന ഇന്നലെ മുനീർ പറഞ്ഞു, അതായത് CPMൻ്റെ മുസ്ലിം പ്രീണനം അവർക്ക് തിരിച്ചടിയായിട്ടുണ്ടെന്ന്. മുനീർ പറയുകയാണ്. കാരണം മുസ്ലിങ്ങളോട് അന്തം വിടുകയാണ് CPMനോട് കാണിക്കുന്ന CPM കാണിക്കുന്ന മുസ്ലിം പ്രേമം കണ്ടിട്ട്. അല്ല, അത് മലബാറിലേക്ക് വരുമ്പോൾ ചിത്രം കുറെ കൂടി മുനീർക്ക പറഞ്ഞ വളരെ കറക്റ്റ് ആയിരിക്കും സാർ. കാരണം എന്താ വെച്ചാൽ ആ നിരീക്ഷണം വളരെ കൃത്യമാണ്. മലബാറിലേക്ക് വന്നപ്പോൾ ഇത് മുനീർക്ക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അനുയായികളും അനുഭാവികളും അല്ലാത്തവരുമായ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടി തിരിച്ചറിഞ്ഞു. മുസ്ലിം പ്രീണനം നടത്തിയത് കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടണമെങ്കിൽ മലബാറിൽ കിട്ടണ്ടേ? കിട്ടിയില്ല, മലബാറിലും കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒന്ന്, മുസ്ലിങ്ങളും പൊട്ടന്മാരല്ല. ഇവരുടെയൊക്കെ ആത്മാർത്ഥതയും തട്ടിപ്പും കൃത്യമായി മനസ്സിലാക്കാൻ മുസ്ലിം കമ്മ്യൂണിറ്റി വളർന്നു. പിന്നെ ഇതും സംഭവിച്ചു. ഈ പ്രീണനം ഇത്ര നഗ്നമായിട്ട് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഒരാവശ്യമില്ലാതെ, ആ കമ്മ്യൂണിറ്റിയുടെ ഒരു മനസ്സാക്ഷി പോലും പലപ്പോഴും ആഗ്രഹിക്കാത്ത മട്ടിൽ നഗ്നവും വളരെ 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 മോശവുമായ പ്രീണനം നടത്തുമ്പോൾ ഹിന്ദു വോട്ടുകൾ സാധാരണഗതിയിൽ സാമാന്യമായി ചിന്തിക്കുന്ന ഇടതുപക്ഷത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ടുകളും പോയി. രണ്ടും പോയി. ഉറപ്പായും ഹിന്ദു വോട്ടുകൾ പോയി, മുസ്ലിം വോട്ടുകൾ കിട്ടിയതുമില്ല. അല്ല, ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത്, ഞാൻ ഇന്നലെ ഒരു ടോക്കിൽ പറഞ്ഞു, അതായത് SFI സ്കൂളുകളിലും കോളേജുകളിലും നവാഗതരെ സ്വാഗതം ചെയ്ത് പോസ്റ്ററുകൾ അടിച്ചിട്ടുണ്ട്. ആ പോസ്റ്ററിലെ ചിത്രം എന്നറിയോ? മുറിച്ചു വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ ചുവപ്പും പച്ചയും, പലസ്തീൻ്റെ കൊടിയടയാളം. പലസ്തീനിൽ ഇവള് നമ്മളെ ഒരു ബാഗ് ഉണ്ടാക്കി, അതിൽ നിന്ന് പ്രചോദനം ഉണ്ടാക്കി. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് ഇൻതിഫാദ എന്ന് പേരിട്ടു. അപ്പോൾ ഈ മുസ്ലിം പ്രീണനം, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാവുന്ന തരത്തിലെല്ലാം ഉപയോഗിക്കുക. അതുകൊണ്ട് പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്ന ഹിന്ദു വോട്ടുകൾ ഗണ്യമായി കേരളത്തിൽ ചോരുന്നു. രണ്ട്, മുസ്ലിങ്ങൾ ഈ തട്ടിപ്പ് തിരിച്ചറിഞ്ഞു, അവരുടെ വഴിക്ക് പോകും, യാതൊരു സംശയവുമില്ല. ഇത് സാറേ ആത്മാർത്ഥമായിട്ടല്ലാതെ, നയപരമായിട്ടല്ലാതെ, കൃത്യമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഏത് കമ്മ്യൂണിറ്റിയെ നിങ്ങൾ വോട്ട് ബാങ്കിൻ്റെ പേരിൽ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചാലും ആ കമ്മ്യൂണിറ്റിയുടെ വോട്ടും കിട്ടില്ല, എതിരാളിയുടെ വോട്ടല്ല, യഥാർത്ഥത്തിൽ കിട്ടേണ്ട സെക്യുലർ വോട്ടുകളും കിട്ടില്ല. ഇതെപ്പോഴും സംഭവിച്ചിട്ടുള്ളതാണ്. പൊന്നാനി ഒരു ടിപ്പിക്കൽ ഡോസാണ്. പൊന്നാനി മണ്ഡലം എല്ലാ കാലത്തും സംഭവിച്ചിട്ടുള്ളതാണ്. അതിപ്പോൾ നമുക്ക് വേറെ വേണമെങ്കിൽ ചർച്ച ചെയ്യാം. സംഭവം വളരെ ശരിയാണ്. ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ആത്യന്തിക വർഗീയവാദികളെ കൊണ്ടുവന്ന് അവിടെ ഷോ നടത്തും. എപ്പോഴും സംഭവിച്ചിട്ടുള്ളതാണ്, എന്നും സംഭവിച്ചിട്ടുള്ള. അപ്പോൾ മദനി വന്നിട്ട് അങ്ങനെ ഈ കാന്തപുരം ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാരെ കൊണ്ടുവന്ന് നിർത്തിയത്, അങ്ങനെ ഇപ്പോൾ സമസ്തയുടെ പ്രതിനിധിയെ കൊണ്ടുവന്ന് നിർത്തിയപ്പോഴൊക്കെ സംഭവിച്ചത്, പൊന്നാനിയിൽ മാന്യമായ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരന് ജയിച്ച് കയറാൻ എന്നും സാധ്യതയുള്ള മണ്ഡലമാണ്. അതിന് പകരം ഇമാതിരി ഇപ്പോൾ CPMൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു, വോട്ട് കൂടിയിട്ട് പോലും CPMന് 10,000 വോട്ട് കൂടിയിട്ട് പോലും CPMൻ്റെ വോട്ട് ഇവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. ആ വോട്ടിൽ തന്നെ ഇപ്പോൾ 14,000 വോട്ടിലേറെ കൂടിയിട്ടുള്ളത് BJP കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആ കളിച്ച കളി ഇതാണ്. ഇപ്പോൾ തലേന്ന് വരെ സമസ്തയിൽ നിന്നൊരാൾ, ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരാൾ, പിണറായി വിജയനെതിരായി അതിരൂക്ഷമായ വിമർശനവും പ്രസംഗവും തീർച്ചയായിട്ടും അയാൾ നടത്തിയിരുന്ന ഒന്നാണ്. അയാളെ കൊണ്ടുവന്ന് സമസ്തയിലെ നേതാക്കന്മാരെ കൊണ്ട് കളിപ്പിച്ച് സമസ്തയുടെ വോട്ട് കിട്ടും. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? വളരെ സിമ്പിളാണ് കാര്യം. സമസ്തയുടെ വോട്ട് തീർച്ചയായിട്ടും കിട്ടിയില്ല. ഇനിയിപ്പോൾ
ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ കൊണ്ട് 10 വോട്ട് കിട്ടിയെങ്കിൽ തന്നെ 100 ഇരട്ടി തിരിച്ചുപോയി. കാരണം എന്താ വെച്ചാൽ അപ്പുറത്ത് ഈ മാതിരി ഗിമ്മിക്ക് കളിക്കാനാണോ, സമസ്തയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാനാണോ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പണി? അതാണോ BJPക്കെതിരായിട്ട് പറയേണ്ട രാഷ്ട്രീയം? അതാണോ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ട? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പരമ്പരാഗതമായി കിട്ടാവുന്ന ഇടതുപക്ഷത്തിൻ്റെ നല്ല ബേസുള്ളൊരു മണ്ഡലത്തിലെ പരമ്പരാഗതമായി കിട്ടാവുന്ന CPM വോട്ടുകൾ കൂടി മറിച്ച് കൂട്ടത്തിൽ ഒന്നുകൂടി വന്നു. ഇത് പേയ്മെൻറ്റ് സീറ്റാണ്, KS ഹംസയുടെ കാശുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തിക്കളയാമെന്ന് തീരുമാനിച്ചു. അടിസ്ഥാന കാരണം അതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോൾ ജയിക്കാവുന്നൊരു സീറ്റ് വിറ്റവരല്ലേ നിങ്ങൾ. തൊട്ടു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് അതേ കളികൾ കളിച്ചിട്ടുണ്ട്. മലപ്പുറം നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ഇതിനകത്ത് മറ്റൊന്നുകൂടി പറയട്ടെ. അതായത് BJPയുടെ കേരളത്തിലൊരു ചിത്രം, BJPക്ക് ഇപ്പം വോട്ടിംഗ് ശതമാനം കൂടി 20% കടക്കുകയാണ് BJP. ഇത് മാത്രം BJPയുടെ ആക്ച്വൽ വോട്ടുകൾ BJPക്ക് ഒരു കാലത്ത് കിട്ടാറില്ല. കാരണം എനിക്കറിയാം, വ്യക്തിപരമായി എനിക്കറിയാവുന്ന BJP അനുഭാവികളായ ആളുകളുണ്ട്. അവർ കാലങ്ങളായി ചെയ്തു വന്നിരിക്കുന്നത് BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യത്തില്ല. അതൊരു പ്രത്യേക കാറ്റഗറിയാണ്. അവർ പറയുന്നത് എന്തായാലും BJP ജയിക്കത്തില്ല, എന്നാൽ യുവമാർക്കിട്ടൊരു പണി കൊടുക്കണം, അതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യാം. ഇങ്ങനെ ചിന്തിക്കുന്ന പ്രോ BJP ആയിട്ടുള്ള ഒരു വലിയ സെക്ഷൻ ആളുകൾ കേരളത്തിലുണ്ട്. BJP അനുഭാവികളാണ്. എന്താ കടുത്ത CPM നഷ്ടപ്പെടുത്തണ്ട, CPM പണിയണം. അതുകൊണ്ട് BJP ആണെങ്കിലും ഞങ്ങള് കോൺഗ്രസിന് വോട്ട് ചെയ്യും, നമ്മുടെ പാർട്ടി ജയിക്കത്തില്ലല്ലോ. ആ പിക്ചർ മാറി, ആ ചിത്രം മാറി. കേരളത്തിൽ വിന്നബിലിറ്റി ഉള്ള പാർട്ടിയാണ് BJP എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടു. ഒന്ന് കറക്റ്റാണ് പറഞ്ഞത്. ഇനി അവരുടെ വോട്ടും അവരുടെ അനുഭാവികളുടെ വോട്ടും വോട്ട് BJP കിട്ടാൻ പോകുന്നു. ഒന്ന്. രണ്ടാമത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ, ഇതിൽ നിന്ന് കേരളത്തിലെ CPMന്റെ സാധാരണക്കാരായ അണികൾ അടുത്ത കാലത്ത് പഠിച്ചൊരു പ്രധാനപ്പെട്ട പാഠമുണ്ട്. അതെന്താണെന്നറിയൂ? ഇപ്പോൾ EP ജയരാജനെ പോലുള്ള വലിയൊരു നേതാവിന് CPMനകത്ത് സംഘടനാപരമായ പ്രതിസന്ധി വരുമ്പോൾ ആ നേതാവിന് അഭയം കൊടുക്കാൻ കെൽപ്പുള്ള ഒരു പാർട്ടിയായിട്ട് BJP എന്ന് ആര് നിഷേധിച്ചാലും ജനം അത് വിശ്വസിക്കുന്നുണ്ട്. വാസ്തവമാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യും. ഞങ്ങൾ കണ്ടില്ല എന്ന് ജയരാജനും പറഞ്ഞിട്ടില്ല. EP ജയരാജന് അഭയം തേടാൻ പറ്റിയ പാർട്ടി BJP ആണെങ്കിൽ ഞങ്ങൾക്കും ആയിക്കൂടെ? അതെ, തീർച്ചയായും. 2. ഇനി മൂന്നാമത്തെ ഒരു സംഭവം കൂടി ഓർത്തോളൂ സർ. 11 സീറ്റിൽ ഉറപ്പിച്ച് BJP ജയിക്കും കേരളത്തിൽ എന്ന് കണക്കുകളുടെ പിൻബലത്തോടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ BJP സമീപിച്ചു നോക്കട്ടെ. പിക്ചർ മാറുമെന്ന് മാത്രമല്ല, വേറൊന്നുകൂടി ഓർത്തോളൂ. വലിയ തോതിൽ ഒരു പക്ഷേ BJP സ്ഥാനാർത്ഥികളാവാൻ പോലും ഇടതുപക്ഷത്തുള്ള നേതാക്കന്മാർ ഉൾപ്പെടെ നല്ലൊരു ശതമാനം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ. മാഷോട് ഒരു കണക്കൂടെ ഞാൻ പറയാം. വടകര നമ്മൾ കണ്ടല്ലോ, ധർമ്മടം മണ്ഡലത്തിൽ, കൂത്തുപറമ്പിൽ, തലശ്ശേരിയിൽ CPMന്റെ വോട്ട് കുറഞ്ഞു, BJPയുടെ വോട്ട് കൂടി ഗണ്യമായിട്ട് കുറഞ്ഞു. BJP ധർമ്മടം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമാണ്. പിണറായി വിജയൻ അവിടെ പാർട്ടി ഗ്രാമങ്ങളാണുള്ളത്. പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് താമരയ്ക്ക് വോട്ട് പോയിട്ടുണ്ടാവും, തീർച്ചയായിട്ടും പോയിട്ടുണ്ട്. ഈ ഇലക്ഷൻ്റെ ചിത്രം അതാണ്. അത് വലിയ പാഠമാണ്. ഇത് ആശയപരമായി ഞാൻ പഠിക്കുന്നൊരു പാഠം എന്താ വെച്ചാൽ, നിങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പാർട്ടിയെയും നിങ്ങൾ ജനവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ രീതിയിൽ ഡീൽ ചെയ്യാൻ പാടില്ല. കേരളത്തിൽ BJPയെ വളർത്തിയതിൻ്റെ ക്രെഡിറ്റ് ഞാൻ ആർക്കും കൊടുക്കില്ല, അത് CPMനെ കൊടുക്കുള്ളൂ. ഞാൻ കൊടുക്കുന്ന കാര്യം പറയാം. ഒന്ന്, BJP പേരിന് മാത്രം, നാമമാത്രമായി മാത്രം BJP ഉണ്ടായിരുന്ന എത്രയോ പ്രദേശങ്ങൾ എനിക്കറിയാം. അവിടെ വളർത്തിയതാരാ? ഒന്ന്, BJPയെ ഈ വടിവാള് കൊണ്ടും തോക്കുകൊണ്ടും ബോംബ് കൊണ്ടും തീർത്ത് കളയാമെന്ന് തീരുമാനിച്ചു. തെറ്റിപ്പോയി. വലിയ തെറ്റല്ലേ? ചെറിയ തെറ്റാണോ അത്? ഒരു കോൺഗ്രസ്സുകാരെ നേരിട്ട പോലെയാണ് BJPക്കാരെ കഴിഞ്ഞത്. ഒന്നുകൂടി കേട്ടോളൂ സാർ. അത് ആദ്യകാലത്ത് ഒന്നാം സ്ട്രാറ്റജി നമ്പർ 1 ഒരു ഘട്ടത്തിലെ ഫേസ് 1 തെറ്റി. രണ്ടാമത്തെ ഘട്ടത്തിൽ എന്താ നിലപാട്? ഇന്ത്യയിലെ ഭരണകക്ഷിയായി BJP വന്നു, സാമൂഹികമായ വലിയ മുന്നേറ്റം അവർ നടത്തി. അപ്പോൾ എന്താ എടുക്കുന്ന നിലപാട്? അവരോട് മിണ്ടിക്കൂടാ, അവരോട് സംസാരിക്കാൻ പാടില്ല, അവരോട് സംവാദത്തിന് പോകാൻ പാടില്ല, അവരോട് ചർച്ചയ്ക്ക് പോകരുത്. ഞാൻ ഉൾപ്പെടെ അതിനിരയായ ഒരാളാണ്. ഹിന്ദു ഐക്യവേദിയുടെ സെമിനാറിന് പോയാൽ നടപടിയെടുക്കും, പുറത്താക്കും. ഈ ഒരു ഐത്തം എത്ര കാലം പാലിക്കാൻ പറ്റും? രണ്ടാം ഘട്ടത്തിലെ ആ ഐത്തവും പാളി. ഇപ്പോൾ ഇതാ ജനം ഇത് തിരിച്ചറിഞ്ഞു. നേർക്ക് നേരെ എന്താ, ഇപ്പം ഞാനും സാറും 2 പാർട്ടിക്കാരാണെങ്കിൽ നമുക്ക് ആരോഗ്യകരമായി രാഷ്ട്രീയം പറയാം, എന്നിട്ട് ജനാധിപത്യ രീതിയിൽ മത്സരിക്കാം, ഫെയർ ആയ ഇലക്ഷനെ നേരിടാം. അതല്ലാതെ ജനാധിപത്യത്തിൻ്റെ ഭാഷ ആയുധവും ബോംബും ആകുന്നത് എങ്ങനെയാണ്? ജനാധിപത്യത്തിൻ്റെ ഭാഷ തെറിവിളിയും
ഈ പറഞ്ഞ ഇരുട്ടത്തുള്ള ആക്രമണമാകുന്നത് എങ്ങനെയാണ്? ഇത് CPM-ൽ നിന്ന് സ്വന്തം അണികൾ പഠിച്ച പാഠമാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ധർമ്മടം മണ്ഡലത്തിൽ CPM വോട്ട് കുറയുകയും BJP വോട്ട് കൂടുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? പാർട്ടിയുടെ ചെലവിൽ ജീവിക്കുന്നവരാ പാവങ്ങളായതുകൊണ്ട് പലപ്പോഴും മിണ്ടാൻ നാക്ക് പൊങ്ങാത്തതുകൊണ്ട് അവർക്ക് മൗനമായി കൊടുക്കാവുന്ന വലിയ പ്രതിഷേധമാണ് ഈ വോട്ട്. അതാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, അരിവാൾ ചുറ്റിക കണ്ടാൽ ഒരു ജ്വരമായി വികാരമായി അതിൽ മാത്രം കുത്തുന്ന ആളുകൾ താമര പകരം കണ്ടുവെക്കുന്നു. തീർച്ചയായും താമരയിൽ കുത്താനുള്ള അറപ്പ് മാറുകയാണ്. അതെ, അവർക്ക് മതം വിശ്വാസമൊക്കെ സ്വകാര്യമായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവർക്ക് പ്രത്യക്ഷമായി പ്രകടിപ്പിക്കാനുള്ള ആരവം, ഒരു മതത്തിന്റെ ആരവവും ആക്രോശവും ഒക്കെ പാർട്ടിയായിരുന്നല്ലോ. ആ വികാരമാണ്, ആ വികാരത്തിനാണ് ഈ ഏൽക്കുന്നത്. ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ CPM-ന്റെ ഒരു കെട്ടഴിഞ്ഞു പോകൽ ആരംഭിച്ചു. ഒരു പതനത്തിന്റെ ആരംഭം തന്നെയാണ്, യാതൊരു തർക്കവും എനിക്ക് തോന്നുന്നില്ല. കാരണം അത് സ്വാഭാവികമായി ബംഗാളിലെ പൊളിറ്റിക്കൽ കൾച്ചറിൽ വന്ന ഒരു ഘട്ടത്തിൽ വന്ന എല്ലാ ലക്ഷണങ്ങളും അഥവാ അപലക്ഷണങ്ങളും ഇവിടെ കേരളത്തിലെ CPM-ൽ വന്നു. സ്വാഭാവികമായും അതിന്റെ ബെനിഫിഷ്യറി BJP തന്നെയായിരിക്കും. യാതൊരു തർക്കവുമില്ല. ആരെയാണോ അനാവശ്യമായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അൺഡ്യൂ ഫോക്കസ്, BJP ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയാണ്. അവര് ജീവിച്ചു പോയിക്കോട്ടെ, അവരും മത്സരിച്ചോട്ടെ, ഞങ്ങളെ മണ്ഡലത്തിലും ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ ബൂത്തിലൊക്കെ ഒരു ഏജന്റ് വന്ന് ഇരുന്നോട്ടെ, അവരും അവരുടേതായ രീതിയിൽ പ്രചരണം. കാസർഗോഡ് സംഘി വിരുദ്ധ മേഖല, സംഘി നിരോധിത മേഖല അത് ബോർഡ് വെച്ചു. അവിടെ ആ ബോർഡ് വെച്ചെടുത്ത് 4 ബൂത്തുകളിൽ BJP അനാവശ്യമായി ഒരു ജനാധിപത്യത്തിൽ ഏത് പ്രസ്ഥാനത്തിനെ ആവശ്യമില്ലാതെ ചവിട്ടി അമർത്തിയാൽ അത് പൊങ്ങി വരും. നമ്മൾ ആ നോക്കി നിൽക്കെ പൊങ്ങി വരും. സ്വാഭാവികമായും ഈ BJP വിരുദ്ധത പതിയെയല്ല CPM-ൽ സാവകാശം വളർന്നു വന്ന് ഹിന്ദു വിരുദ്ധതയായി മാറിയിട്ടുണ്ടോ? അതാണ് ഇവർ ചെയ്യുന്ന പാതകം. എനിക്ക് വിയോജിപ്പുള്ള ഒരേ ഒരു കാര്യം, ഇവർ ചെയ്ത ആദ്യത്തെ പാവം, ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം ഇവർ ചെയ്യുന്നത്, ഒന്ന് BJP-യെ മാത്രം. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു റിയാലിറ്റി എന്താ? ഇന്ത്യയിലെ എല്ലാ സമുദായത്തിനും എല്ലാ ജാതി സമുദായ യൂണിറ്റുകൾക്കും സാമുദായികമായി സംഘടിക്കാനും ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരം നേടാനും അവകാശമുണ്ട്. ഇതിലൊരു കൂട്ടർ മാത്രം തെറ്റുകാരാണ്. ഹിന്ദുവിൻ്റെ പേരിൽ സംഘടിക്കുമ്പോൾ തെറ്റാണ്. എന്നാൽ കണ്ണ് കണ്ട 900 മുസ്ലിം പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ യാതൊരു തടസ്സമില്ല. അവർക്ക് ഭീകരപ്രവർത്തനവും മതരാഷ്ട്രവാദമൊക്കെ ഉന്നയിക്കാം. സകല സഭകൾക്കും ഇവിടെ രാഷ്ട്രീയ പാർട്ടി വേണമെങ്കിൽ ഉണ്ടാക്കാം, ഉണ്ടാകാതിരിക്കാം. ക്രിസ്തീയ സംഘടന ഉണ്ടാക്കാം, ക്രിസ്തു രാജ്യം ആവശ്യപ്പെടാം. ഇന്ത്യൻ പാർലമെന്റിൽ സിഖ് മത തീവ്രവാദിക്ക് ജയിച്ചു വരാം, യാതൊരു തടസ്സവും. എന്ന ഒറ്റ വർഗീയതയുള്ള രാജ്യത്ത് അത് ഹിന്ദു വർഗീയതയാണ്. അത് മാത്രം പാടില്ല എന്ന് പറയുന്നത് നമ്മൾ UP കാണുന്നില്ലേ? മുസ്ലിം യാദവ് സഖ്യം MY, അത് ജനാധിപത്യമാണ്. BJP ഹിന്ദു വോട്ട് പിടിക്കുന്നത് ജനാധിപത്യ വിരുദ്ധവും. അതെ ഇത് MY മതേതരത്വം, ഹിന്ദു വോട്ടുകൾ മതേതര വിരുദ്ധവും. തീർച്ചയായിട്ടും കേരളത്തിലെ CPM-നെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കുന്ന, അതുവഴി കേരളത്തിലെ ഇടതുപക്ഷത്തെ സമ്പൂർണ്ണമായി ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് പിണറായി വിജയൻ ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ BJP അടിയന്തരമായി അവരുടെ സംസ്ഥാന കമ്മിറ്റി ആഫീസിൽ നടത്തേണ്ടത് ഒരു ദീർഘായുസിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് ചെയ്താൽ പിണറായി ഈ ഓഫീസിന്റെ പിണറായി വിജയൻ യാതൊരു തർക്കവും വേണ്ട. ഇപ്പൊ UDF നേടുന്ന വിജയം ആരുടേതാണ്? ഈ ചെറിയ ആന്റി ഇൻകംബൻസി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ചില്ലറക്കാർക്ക് കൊടുക്കേണ്ടതല്ല. ഞാൻ സ്വകാര്യം ചോദിക്കട്ടെ, അമിത്ഷായുടെ ഏജന്റാണോ പിണറായി? പറഞ്ഞൂടാ, ആർക്കറിയാം. എനിക്കറിഞ്ഞോണ്ടായിരിക്കും. ഇപ്പോൾ പൊളിറ്റിക്സിൽ, ഇപ്പോൾ TG പലപ്പോഴും പറയാറുണ്ട്, പൊളിറ്റിക്സിൽ അസാധ്യമായ ഒന്നും കണ്ടുകൂടാ, എന്തൊക്കെ നടന്നുകൂടാന്ന്. ഇപ്പോൾ ആർക്കാണ്? നമ്മൾ സോവിയറ്റ് യൂണിയനെ കുറിച്ച് പറയാറുണ്ട്. നെറ്റിയിൽ അമേരിക്കയുടെ ഭൂപടമായി വന്ന ഒരാൾ, ഗോർബച്ചേവ്, ഒരു മറുകുണ്ടായിരുന്നല്ലോ, അമേരിക്കയുടെ ഭൂപടമായിരുന്നു, സോവിയറ്റ് യൂണിയനെ ലിക്വിഡേറ്റ് ചെയ്തു എന്ന് പറയുന്നത് പോലെ അമിത്ഷായുടെ അനുഗ്രഹ ആശീസ്സുകൾ വാങ്ങി വന്ന പിണറായി വിജയൻ CPM-നെ പൊളിച്ചടുക്കി BJP-ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ വല്ല അന്തർധാരയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സൈദ്ധാന്തികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എഴുതിയ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ അത് വിളിച്ചു പറഞ്ഞത്, മന്ത്രമധുരമായി അത് വിളിച്ചു പറഞ്ഞത് MN വിജയൻ മാഷ് പറഞ്ഞിട്ടുണ്ട്, പേടിക്കേണ്ടതില്ല, ലോകത്തിലെ ഒരു രാജ്യത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ പുറത്തു നിന്ന് ആരും വരേണ്ടതില്ല, അവർ തന്നെ റെഡിയാക്കി എടുക്കും. കൃത്യമാണ്. അപ്പോൾ ഒറ്റ ചോദ്യത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. കേരളത്തിലെ രാഷ്ട്രീയം BJP-യും
CPM-ഉം തമ്മിലുള്ള പോരായിരിക്കുമോ, BJP-യും കോൺഗ്രസും തമ്മിലായിരിക്കുമോ? തീർച്ചയായിട്ടും ഈ BJP-യെ നേരിടാൻ പോലും ഇനി ഇടതുപക്ഷം ഉണ്ടാവില്ല. ഈ BJP വളർന്നു വരുമ്പോൾ ഇവരുടെ തന്നെ അനർത്ഥങ്ങൾ കൊണ്ടും അതിക്രമങ്ങൾ കൊണ്ടും ഇവരുടെ തന്നെ പൊളിറ്റിക്കൽ ഫാസിസം കൊണ്ടും സ്വാഭാവികമായിട്ടും BJP കേരളത്തിൽ വളർന്നു വരുമ്പോൾ അതിനെ ചെറുക്കാൻ തീർച്ചയായും ചെറുക്കാനുള്ള കെൽപ്പ് ഇടതുപക്ഷത്തിനുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ UDF എന്ന് വിളിക്കുന്ന താരതമ്യേന ലിബറൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ശക്തിയാണ് UDF. ലിബറൽ ജനാധിപത്യ ശക്തികൾ എന്ന് ഞാൻ പറയുക. അതിന് കാഡർ സ്വഭാവമൊന്നും ഉണ്ടാവില്ല. പലപ്പോഴും അതിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, ഫ്യൂഡൽ അംശങ്ങൾ ഒക്കെ അതിനകത്ത് കയറി വരും. അപ്പോഴും അതിനകത്ത് ഡെമോക്രസി ഉണ്ടാവും. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിരിക്കും. കാരണം ഇത്രയും വലിയ സംഘടനാ മെഷീനറിയുള്ള കേഡർ സ്വഭാവമുള്ള CPM-നെ BJP വിഴുങ്ങിക്കളഞ്ഞാൽ പിന്നെ UDF-ന് കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അത് നമ്മൾ കണ്ടറിയേണ്ടതാണ് സാറേ. അപ്പോഴേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ BJP-യുടെ തന്നെ ഘടന എല്ലാ കാലത്തും ഇപ്പോൾ മോദിയെപ്പോലെ ഒരു നേതാവിൻ്റെ കീഴിൽ ഇന്ത്യയിൽ ശക്തിപ്പെട്ടു വന്നതുപോലെ, അമിത്ഷായെ പോലെ ഒരു കാര്യദർശി ഉള്ളതുപോലെ എല്ലാ കാലവും പണ്ടും നമുക്കറിയാലോ, അങ്ങനെ ആയിരുന്നില്ലല്ലോ. കേരളത്തിലും ഈ അവസ്ഥ വന്നത് വളരെ സമീപകാലത്തൊരു പ്രതിഭാസമല്ലേ, നേരത്തെ ആകാമായിരുന്നല്ലോ. അപ്പോൾ ഇതെന്നും സ്ഥായിയായി നിന്നോളണമെന്നൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും കേരളം മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഒന്നുകൂടി ഓർത്തോളൂ, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ജയിച്ചു വന്നവർ പോലും തെരഞ്ഞെടുപ്പിലെ നിയമസഭയിലെ ബലാബലം നോക്കിയിട്ട് മറ്റു പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെ കേരളത്തിലെ ജയിച്ചു വന്ന CPM-കാർ, ജയിച്ചു വന്ന കോൺഗ്രസ്സുകാരൊക്കെ യാതൊരു മറയുമില്ലാതെ BJP പക്ഷത്തേക്ക് കാലുമാറുന്ന കാലം. കേരളത്തിൽ ഇപ്പോൾ കാലുമാറാൻ ഇതുവരെ BJP എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ, വളരെ ശക്തമായൊരു ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ അങ്ങോട്ട് ബംഗാളിലും ത്രിപുരയിലൊക്കെ CPM-കാർ BJP ചേർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും MP-മാരും MLA-മാരും സാധ്യമാണ്. അപ്പോൾ ഏതായാലും സാധ്യമാണ്. കേരള രാഷ്ട്രീയം അടുത്ത ഒരു 10-15 വർഷത്തേക്ക് ഇനി തീരുമാനിക്കാൻ പോകുന്നത് BJP-യാണ്. ഒരു കാര്യം ഉറപ്പാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയാടിത്തറയുടെ വലിയ അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPM-ന് ഇടതുപക്ഷത്തിന് ഈ പറയുന്ന ആദർശവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഈ EP ജയരാജൻ്റെ സംഭവം തൊട്ട് ഏറ്റവും ഒടുവിലത്തെ ഇലക്ഷൻ റിസൾട്ട് വരെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവായി വലിയ വായിൽ ആശയങ്ങളും ഒന്നും പറയാതിരിക്കുക. ആമാശയം മാത്രം കാണിച്ചാൽ മതി. അത് ഉള്ളതുപോലെ ജനങ്ങളോട് പറയുക. ചിലപ്പോൾ പള്ളക്കടിച്ച് 4 വോട്ട് ചോദിച്ചാൽ ചിലപ്പോൾ ആളുകൾ വോട്ട് ചെയ്തു, എൻ്റെ ജീവിതമാണേ എന്ന് പറയാം. പക്ഷേ ഇല്ലാത്തത് അവനവൻ്റെ ജീവിതത്തിലും ആത്മാർത്ഥതയിലും ആത്മാവിലും ഇല്ലാത്ത വിശ്വാസം ജനങ്ങളോട് കള്ളത്തരം പറഞ്ഞാൽ യേശുല എന്നുള്ളതിൻ്റെ തെളിവാണ്. വിരിഞ്ഞ ഒരു താമര ഒരുപാട് താമരമുട്ടുകളെ പിന്നിൽ സൂക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് വേറൊന്നുകൊണ്ടുമല്ല. അവരനാവശ്യമായി ചവിട്ടിക്കൂട്ടിയത് കൊണ്ടാണ്. ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. അല്ല, BJP-യുടെ സമ്പൂർണ്ണമായി ശരിയാണെന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കേരളത്തിൽ ഈ പറഞ്ഞ 11, 15, 20 സീറ്റിൽ BJP ജയിക്കുന്നൊരവസ്ഥ വന്നാൽ ഇന്ത്യൻ BJP ആവണമെന്നില്ല കേരളത്തിലെ BJP. കേരളത്തിന് ചേർന്ന കാരണം ഇത് കേരളത്തിലെ BJP പഠിക്കുന്നത് ഗുരുദേവനിൽ നിന്നാണ്. ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് പഠിക്കുന്നുണ്ട്, ചട്ടമ്പി സ്വാമികളിൽ നിന്ന് പഠിക്കുന്നുണ്ട്, അയ്യങ്കാളിൽ നിന്ന് പഠിക്കുന്നുണ്ട്, മന്നത്ത് പത്മനാഭനിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ പഠിച്ചൊരു പുതിയ BJP ഉണ്ടാവും. ആ BJP ഒരു പക്ഷേ ഇന്ത്യൻ BJP-ക്ക് മാതൃകയാവുകയും ചെയ്യും. 61 സീറ്റേ ഉള്ളൂ CPM-ന്. പണ്ട് 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി. 61 സീറ്റുള്ള CPM-ന് ഭരിക്കാമെങ്കിൽ 35 സീറ്റ് എന്തെങ്കിലും കിട്ടിയാൽ BJP-യും കേരളം ഭരിക്കുമെന്ന് പണ്ട് സുരേന്ദ്രൻ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ നടത്തിയിരുന്നു. അതിനെ കളിയാക്കിയില്ലായിരുന്നു. പക്ഷെ അത് കളിയാക്കാനല്ല, 35 സീറ്റ് കിട്ടിയാൽ ഇന്നുള്ള പല പാർട്ടികളും BJP മുന്നണിയിലുണ്ടാവും. ഉറപ്പാണ്. ഇതിപ്പോ നമ്മളിപ്പോ എടുത്തോളൂ, നമ്മളിപ്പോ ഈ 1ാം സ്ഥാനത്ത് വന്ന 11 സീറ്റുകൾ എടുത്തോളൂ. 2ാം സ്ഥാനത്ത് വരുന്ന എടുത്തു നോക്കൂ. 2ാം സ്ഥാനത്തും 1ാം സ്ഥാനത്തും വരുന്നത് ചേർത്താൽ അതിന്റെ ഡിഫറൻസ് എടുത്തു നോക്കിയാൽ സുരേന്ദ്രൻ പറഞ്ഞതിലേക്ക് ഏറെ ഒന്നും ദൂരമൊന്നുമില്ല. അതൊരു രാഷ്ട്രീയമായ ഉൾക്കാഴ്ചയോടെ ദീർഘദർശനത്തോടെ പറഞ്ഞതാണ് എന്ന് ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അന്ന് നമ്മൾ കളിയാക്കിയാൽ അതുകൊണ്ട് പരിഹാസങ്ങൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ. അതിക്രമങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി ജനാധിപത്യത്തെ യാഥാർത്ഥ്യബോധത്തോടെ നേരിട്ടാൽ ഏത് ഇന്ത്യക്കാരനും അവനവൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും മതപരമായ വിശ്വാസവും ജീവിതത്തിൻ്റെ സംസ്കാരവും പുലർത്താൻ അവകാശമുണ്ട് എന്ന ബോധം, എനിക്കിഷ്ടമില്ലാത്തവരൊന്നും ഈ രാജ്യം ഭരിക്കാൻ പാടില്ലാത്തവരല്ല. ആ ബോധ്യത്തോടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവനെ പ്രതിപക്ഷ ബഹുമാനത്തോടെ കണ്ട് രാജ്യത്തിൻ്റെ നേതാക്കന്മാരായി ആദരിക്കാനുള്ളൊരു സംസ്കാരം ഇന്ത്യയിലെ ഇടതുപക്ഷം വളർത്തിയെടുത്താൽ പഠിക്കില്ല, നന്നാവില്ലെങ്കിൽ ഒരു രക്ഷയില്ല. തീരുക മാത്രമേ നിവൃത്തിയുള്ളൂ, നശിക്കുക മാത്രമേ വഴിയുള്ളൂ. വേറെ ഒരു പ്രതീക്ഷയും ഞാൻ കാണുന്നില്ല. ഇനി വല്ല പ്രതീക്ഷക്കും വകയുണ്ടെങ്കിൽ 10-80 പേര് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. ആർക്കെങ്കിലും
ഞാൻ ഈ സങ്കടമൊക്കെ ഇന്നലെ എന്നോട് ഇങ്ങോട്ട് പലരും പറഞ്ഞു, ഞാൻ പലരോടും പറഞ്ഞു. എല്ലാ സംസാരങ്ങളും ഇന്നലെ ഞാനൊരു 11 പേരോടെങ്കിലും സംസാരിച്ചു, 12 പേരോട്. ആ 12 പേരുടെയും സംസാരം അവസാനിപ്പിച്ച്, ചില്ലറക്കാരല്ല കേട്ടോ, ഇടതുപക്ഷത്തിൻ്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന പലരുമാണ്. എല്ലാവരും ചോദിച്ച അവസാനത്തെ ചോദ്യം, മാഷേ ഇത് അദ്ദേഹത്തോടൊന്ന് പോയി പറയാൻ ആരുണ്ട് എന്നാണ്. അതിന് ധൈര്യമില്ലാത്ത ഒരു പാർട്ടി എങ്ങനെ ഇടതുപക്ഷ പാർട്ടി എന്ന് പറയുക? സ്വന്തം നേതാവ് കാണിക്കുന്നത് ഈ പോകുന്നത് അപകടത്തിലേക്കാണ്, ഇത് സർവനാശത്തിലേക്കാണ്, ഇത് കേരളത്തിലെ ഇടതുപക്ഷത്തെ എന്നേക്കുമായി ലിക്വിഡേറ്റ് ചെയ്യാൻ ഇടയാക്കുമെന്ന് പറയാൻ ഒരു ഇടതുപക്ഷക്കാരൻ്റെ, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നാക്കിന് ബലമില്ലെങ്കിൽ എങ്ങനെ നിലനിൽക്കാൻ, അതിജീവിക്കാനാണ് ഈ പാർട്ടി? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം, വലിയ ചോദ്യമാണ്. വലിയ ചോദ്യം നമുക്ക് പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കാം. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.